വെൽക്കം ടു നിസ്നോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പേപ്പർ കൊണ്ട് കട്ടാന ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ പേപ്പർ കട്ടാന ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ A4 സൈസ് പേപ്പറും ഗമ്മുമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ ഗൈസ്. അപ്പോൾ നമ്മൾ A4 സൈസ് പേപ്പർ എടുത്ത് നന്നായിട്ട് മടക്കുന്നുണ്ട്. നല്ലോണം മടക്കി നമുക്കതൊന്ന് നിവർത്തിയെടുക്കാം. നിവർത്തിയെടുത്തിട്ട് രണ്ട് വശത്ത് നിന്നും ഇതായത് ഈ വീഡിയോ കാണിക്കുന്നത് പോലെ നടുവിലേക്ക് നല്ലോണം മടക്കി കൊടുക്കാം. ഗൈസ് ഇങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ രണ്ട് വശത്തു നിന്നും നടുവിലേക്ക് ഒന്നും കൂടെ മടക്കേണ്ടതാണ്. മടക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ കാണിച്ചിരിക്കുന്നതോടെ ഒന്നും കൂടെ മടക്കണം. ഇതേപോലെ 3 പേപ്പറും കൂടെ മടക്കിയെടുക്കണം. എന്നിട്ട് ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത് ഇങ്ങനെ അതിൻ്റെ മോൾ ഭാഗം മടക്കിയെടുക്കേണ്ടതാണ്. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്കതിനെ ഇങ്ങനെ നിവർത്തിയെടുത്തിട്ട് വീഡിയോ കാണിക്കുന്നത് പോലെ ഒന്നും കൂടെ മടക്കണം. അതേപോലെ മടക്കിയിട്ട് പേപ്പറിൻ്റെ മറ്റേ വശത്തിൻ്റെ ആ പേപ്പറിൻ്റെ കുറച്ച് ഭാഗം തുറന്നിട്ട് വേറൊരു പേപ്പർ എടുത്ത് അതിൻ്റെ അകത്തേക്ക് കയറ്റി വെച്ച് നല്ലോണം മടക്കി ഇറുക്കി വയ്ക്കണം. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ അടുത്ത വശം, അതായത് ഈ വീഡിയോ കാണുന്ന ഈ വശം, ഈ വശത്ത് വേറൊരു പേപ്പർ എടുത്ത് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞ് ഈ ഭാഗം കൂടെ നല്ലോണം ഒന്ന് ഒട്ടിച്ച് കൊടുക്കേണ്ടതാണ്. ഈ വീഡിയോ കാണിക്കുന്നത് പോലെ ഗമ്മൊക്കെ ഒന്ന് ഒഴിച്ച് നല്ലോണം തേച്ച് സെറ്റാക്കിയിട്ട് നമുക്കൊന്ന് ഇത് ഒട്ടിച്ചെടുക്കാം. ഗൈസ് അപ്പോൾ നമ്മളെ പേപ്പർ നല്ലോണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു A4 സൈസ് പേപ്പർ എടുത്ത് ഈ വീഡിയോ കാണിക്കുന്നത് പോലെ ഈ പേപ്പർ എടുത്ത് അതിൻ്റെ അകത്തേക്ക് വെച്ച് ഇതേപോലെ നല്ലോണം മടക്കി കൊടുക്കാം. നിങ്ങൾ മടക്കുമ്പോൾ കാര്യം ശ്രദ്ധിക്കണം, അത്ര ടൈറ്റാക്കി മടക്കി വയ്ക്കരുത്, കുറച്ച് ലൂസാക്കി ഇടണം. അതാകുമ്പോൾ നമുക്കതിനെ ഊരുകയും തിരിച്ച് ഫിറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഇതുവരെ മടക്കിയതിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ബാക്കിയുള്ള വശം കൂടെ ഇതേപോലെ മടക്കി അതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്കതിൽ എന്തെങ്കിലും ഡിസൈൻ വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ ഒരു ഡിസൈനാണ് വരച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരയ്ക്കാം. രണ്ട് വശത്തും ഇതേപോലെ ഡിസൈൻ വരയ്ക്കേണ്ടതാണ്. ഡിസൈൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള ഒരു പേപ്പറോ കാർഡ്ബോർഡോ എന്തെങ്കിലും എടുത്ത് അതിലും ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈൻ വരച്ച് കൊടുക്കണം. ഇതേപോലെ ഡിസൈനുകൾ വരച്ചതിന് ശേഷം നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്യുകയോ അല്ലെങ്കിൽ ഷെയ്ഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാം. നമ്മളിതേപോലെ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്രികയോ എന്തെങ്കിലും എടുത്ത്
ഈ ഷീവിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ചെറിയൊരു ഹോൾ പോലെ ഇട്ട് കൊടുക്കാം. ഒരിക്കലും അത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കളയരുത്. ആ ചെറിയ സർക്കിളിൻ്റെ അകത്തുള്ളതിൽ കുറച്ച് ഭാഗം ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ ഒട്ടിച്ച് വെച്ച ആ ബ്ലേഡ് പോലത്തെ ആ ഭാഗം എടുത്ത് ആ ഹോളിൽ കൂടെ നമുക്ക് കയറ്റി ഇറക്കാം. അത് അതിലേക്ക് കയറ്റി വരുന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഗമ്മെടുത്ത് കുറച്ച് ഗം ഒഴിച്ച് അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നേരത്തെ നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച ആ വാളിൻ്റെ പിടിയുടെ ഭാഗം നമുക്കൊന്ന് ഇതിലേക്ക് കയറ്റി വെച്ച് കൊടുക്കാം. കയറ്റി വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ഗമ്മെടുത്ത് വെച്ച് അതിനൊന്ന് ഇതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കട്ടാനയുടെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് സ്റ്റഡിയായിട്ട് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമ്പോ ഇറുക്കിലോ എന്തെങ്കിലുമൊക്കെ കയറ്റി വെച്ചാൽ സ്റ്റഡിയായിട്ട് നിൽക്കുന്നത്. ഞാൻ ഇതേപോലെ ചെയ്തപ്പം ഇത് സ്റ്റഡിയായിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തൊരു കമ്പ് കയറ്റി വെച്ചു. ഇപ്പോൾ സ്റ്റഡിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.